ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. കൈകൾ ഒതുക്കി വെച്ചുകൊണ്ട് മാതാവിൻ്റെ മാധ്യസ്ഥ ഈശോൻ്റെ സന്നിധിയിലേക്ക് വരാനിടയാക്കിയ ഇന്നത്തെ ദിവസത്തെ ഓർത്തുകൊണ്ട് മനസ്സുകൊണ്ട് നന്ദി പറയുക. മലമൂത്രങ്ങൾ അറിയാതെ പോകുന്ന രോഗിയെ കർത്താവ് കാണിക്കുന്നുണ്ട്. ആ രോഗിയെ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്ന 67 വയസ്സിനും 57 വയസ്സിനും ഇടയ്ക്കാണ് ആ രോഗിയുടെ പ്രായം. കർത്താവ് വ്യക്തിയെ കിടക്കുമ്പോൾ വെറുതെ ആ വ്യക്തിക്ക് ബോധമില്ല, മലമൂത്രങ്ങൾ അറിയാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഭയങ്കരമായ സങ്കടമാണ് ആ കുടുംബത്തിന്. കർത്താവ് അത് ഏറ്റെടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൊല്ലണമെന്ന് അതല്ലെങ്കിൽ ഒരു തരം കിട്ടിയ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പാര വെക്കണമെന്ന് പറഞ്ഞ് അമ്പ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സംഭവമാണ്. കർത്താവ് വെല്ല് മറച്ച് വയ്ക്കുകയാണ്. എന്നാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കണം എന്നുള്ള നിന്റെ മനസ്സ്, നിന്നെ ഉപദ്രവിച്ചവരെ, നിന്നെ കൊച്ചാക്കിയൊരു താത്തിക്കെട്ടിയവരെ തരം കിട്ടിയാൽ അവരോട് അതേ രീതി നാണയത്തിൽ തന്നെ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ട് ആ വെള്ളം വാങ്ങിവെക്കാൻ ഈശോ പറഞ്ഞിരിക്കുന്നു. അത് നടപ്പിൽ വരുത്തുക. കർത്താവ് തീർച്ചയായിട്ടും എൻ്റെ വൈരാഗ്യബോധത്തെയും പകയെയും ഞാൻ എടുത്തു മാറ്റുന്നു. പകരം സ്നേഹവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തയും കൊണ്ട് എന്നെ നിറക്കണമെന്ന് ആ വ്യക്തികൾ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കട്ടെ. തോളിനും കഴുത്തിനും ഇടയ്ക്ക്, കണ്ണിനും നമ്മുടെ ഈ ആംഗിളിൽ എവിടെയോ ഒരു മുഴയുണ്ട്. അതായത് ചെവിക്കും തോളിനും ഇടയ്ക്ക് ചെവിയുടെ താഴെ കാണുന്ന മുഴകളെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തേക്ക് നയിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തൊലി മാറി മാറി വരികയും തലം മസിലിൻ്റെ ഭാഗം മാംസം ശോഷിച്ചു വരികയും എല്ലുന്തി വരികയും എല്ലിന് ക്രമാതീതമായ വളർച്ച പ്രാപിക്കുകയും എല്ല് കൊത്തുന്ന സ്ഥലങ്ങളിൽ വേദനിക്കുകയും ചെയ്യുന്ന എല്ലിനെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. വീണ്ടും കക്ഷത്ത് മാറാതെ വേദന, എപ്പോഴും രോഗങ്ങളിൽ മുഴകൾ പൊങ്ങി വരും, ചിലപ്പോൾ ചുട്ടിപ്പോകും. അത് സാധാരണമാണ്, സ്വാഭാവികമാണ്, നീറിറങ്ങി വീഴാണ് നമ്മൾ കരുതും. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു മുഴയെ കർത്താവ് ഇപ്പൊ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി കർത്താവേ. ഹല്ലേലൂയ. ടി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വീണ് പോയെന്ന് കരുതുന്നു. ടി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേര് വീണ് പോയെന്ന് കരുതുന്നു. ഇനി മുന്നോട്ട് ഒന്നിനും ഞാനില്ല, മരിക്കും വരെ എവിടെയെങ്കിലും ഒതുങ്ങി ജീവിക്കാം, ഭക്ഷണം തന്നെ വേണമെന്നില്ല. ഡിപ്രഷൻ്റെ അവസാന രൂപമായി ജീവിതത്തെ അഭിമുഖീകരിച്ച് തോറ്റ്, അല്ലെങ്കിൽ അയാളെ തോപ്പിച്ചു. ദൈവം തോപ്പിക്കാതെ നിന്നെ ആർക്കും തോപ്പിക്കാൻ കഴിയത്തില്ലെന്ന് പരിശുദ്ധ അമ്മ പറയുന്നു. കൈയടിച്ചുകൊണ്ട് ഒരുമിച്ച് പാടും. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗദൂരം നിറഞ്ഞിരി വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗദൂരം നിറഞ്ഞിരി വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. അമേരിക്കയിൽ ധ്യാനിപ്പിച്ചപ്പോഴേ അവിടെ ഫിലാഡൽഫിയയിൽ അവിടെ ധ്യാനിപ്പിക്കാൻ എന്നെ വിളിച്ച അച്ഛൻ, ഫിലിപ്പച്ചൻ, ലെനിനച്ഛൻ എന്നോട് ചോദിച്ചു, ഞാൻ പോരുന്നതിനൊരു ദിവസം ചോദിച്ചു, അച്ഛാ എപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കണേ, കർത്താവിൻ്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും, കുർബാന അർപ്പിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും, കുർബാന അർപ്പിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. കർത്താവിൻ്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആരുടെയെങ്കിലും ദൈവാനുഭവം വരുമ്പോൾ
എൻ്റെ കണ്ണ് നിറയും. എനിക്ക് ഭയങ്കര ചമ്മൽ തോന്നണം അച്ഛാന്ന് പറഞ്ഞു. എന്നെ മാറ്റി മുറിയിൽ കൊണ്ടുപോയി വെച്ച് ചോദിച്ചതാണ്. ആത്മീയ കാര്യമായതുകൊണ്ട് നിങ്ങൾക്കും ഇത് ചിലപ്പോൾ ഗുണം ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയണത്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ അത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ അപ്പോൾ അച്ഛൻ CP വർക്കി അച്ഛൻ്റെ പുസ്തകം ഒന്ന് വായിക്കണം, ജീവൻ്റെ പ്രകാശം എന്ന് അതിൻ്റെ പേരെന്ന് ഞാൻ പറഞ്ഞു. CP വർക്കി അച്ഛനെ മരിച്ചുപോയി. നമ്മുടെ ഷാലോവിൻ്റെ അച്ഛനായിരുന്നു, ഷാലോവിൻ്റെ സ്പിരിച്വൽ ഫാദറായിരുന്നു, വലിയ അച്ഛനായിരുന്നു. അപ്പം അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ജീവൻ്റെ പ്രകാശം. അതിൻ്റെ അകത്ത് ഒരു വാക്ക് മുഴുവനും കണ്ണീരിൻ്റെ വരങ്ങളെക്കുറിച്ച്, ദ ഗിഫ്റ്റ് ഓഫ് ടീയേഴ്സ്. ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മുടെ സെക്ഷൻ ആൾക്കാരെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ ഇത് തമ്മിൽ ഇൻ്റർ കണക്റ്റഡാണ്. അച്ഛൻ പറഞ്ഞത് ഈ ആഴ്ചയിൽ, അതായത് ഏഞ്ചൽസ് താര എന്ന് പറഞ്ഞൊരു മോള് ഉടമ്പടി എടുത്ത്. ഇപ്പം ഏഞ്ചൽ താരയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ MSc സ്റ്റുഡൻ്റാണ്, കെമിസ്ട്രി. പക്ഷേ അവളുടെ തീസിസ് എല്ലാം റിജക്റ്റ് ചെയ്യണം. അവിടെ ഈ ഗൈഡുമാരുടെ ഭാരം താങ്ങണം എന്തുമാത്രം ഈ മക്കൾക്ക് ഉണ്ടെന്നറിയാമോ? ഈ ഗൈഡുമാരായിട്ടുള്ളവരോടൊന്ന് കേൾക്കണേ, നിങ്ങളുടെ താഴെ വർക്ക് ചെയ്യുന്നവരോട് കുറച്ച് കരുണ കാണിക്കണം. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെയും സങ്കീർണമായ നിങ്ങളുടെ ഔന്നത്യം അവിടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നോക്കിയിട്ട് കാര്യമില്ല. അവരുടെ ടെൻഷൻ, അവരാണെങ്കിൽ പ്രോജക്റ്റ് ചെയ്യുന്നവർ അനുഭവിക്കുന്ന ടെൻഷൻ നിസ്സാര ടെൻഷനല്ല. ഒത്തിരി അമ്മ ഉടമ്പടിയിൽ ഒരു രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ ആ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പ്രശ്നം വെച്ചാൽ എല്ലാം ക്യാൻസൽ ചെയ്ത് കളയും, എല്ലാം ഒരു ഡീപ്രമോട്ട് ചെയ്ത് കളയും, ഒരു പ്രോജക്റ്റും അംഗീകരിക്കത്തില്ല. ഇവർക്ക് ഭ്രാന്ത് പിടിച്ചു. എന്നാൽ ഇവള് എബോവ് ആവറേജ് നല്ല എലഗൻ്റ് സ്റ്റുഡൻ്റാണ്, നല്ല കോൺഫിഡൻസ് ഉള്ള ആളാണ്. പക്ഷേ ഇയാളുടെ അടുത്ത് തോറ്റു പോകണം. അപ്പോൾ അവൾ അവസാനം ജീവിതം അടിയറ വെച്ച് ഇപ്പോൾ ആരോ പറഞ്ഞ് ഉടമ്പടി എടുത്ത അമ്മ മാതാവ് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ഉടനെ കൊച്ചു വന്ന് ഉടമ്പടി എടുത്ത്, ഈ ഏഞ്ചൽ താര വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് ലൈഫ് ഉടമ്പടി. ചില ആൾക്കാർക്ക് ഞാൻ ഷിക്കാഗോയിൽ ധ്യാനിപ്പിച്ചപ്പോൾ അവിടുത്തെ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞെന്നറിയാമോ, എൻ്റെ അച്ഛനീ നടത്തിയ ധ്യാനമില്ലേ, ഇതിൻ്റെ അകത്തൊരു 20 വെള്ളക്കാർ പങ്കെടുത്തിരുന്നെങ്കിൽ അമേരിക്ക നന്നായേനെന്ന്. ഞാൻ എന്താ അങ്ങനെ പറയണത്? അല്ല, അവർ ഉടമ്പടി അവർ ചെയ്തില്ല, പക്ഷേ അവർ വിശ്വസിക്കുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്തിരിക്കും. ഉടമ്പടിയുടെ ഈ കാര്യം എല്ലാം അവർ ചെയ്യും. നമുക്കിനി അങ്ങനൊന്ന് ചിന്തിക്കുക അച്ഛാന്ന് പറഞ്ഞിട്ട് പോയി. എന്നുവെച്ചാൽ ആ മലയാളികളെന്ന് പറയുമ്പോൾ പകുതി ചെയ്യും, ഈ ഞാൻ പറഞ്ഞു വവ്വാല് കടിച്ച പോലെ ഇരിക്കും, പകുതി കടിക്കും, താഴെ കളയും. ഉടമ്പടി ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഈ ഏഞ്ചൽ സിദ്ധാരയുടെ ഉടമ്പടി ഗുണമെന്ന് പറയണത് അവൾ ചെയ്യണ കാര്യങ്ങൾ പക്ക സീരിയസ് ആയിരിക്കും. അതാണ് ഒരു ഉടമ്പടി. അവൾ ആദ്യമേ എഴുതിയ എന്താണെന്നറിയാം, പരിശുദ്ധാത്മാവിന് നൽകണമെന്ന് എഴുതിയിരിക്കണം. ആദ്യം ഇത്രയും പ്രശ്നങ്ങളുണ്ട് കൊച്ചിന്, പക്ഷെ ആദ്യം എഴുതിയിരിക്കണം എന്താണ്, എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകണം. അത് ആ സെക്കൻഡ്. ദൈവത്തിലേത് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അലോട്ട് ചെയ്യാൻ പ്രൊവിഷനുള്ള സംഭവത്തെ ആദ്യം വെച്ചാൽ കിട്ടാൻ എളുപ്പമാണ്. എന്താണ് ആദ്യം കിട്ടാൻ എളുപ്പമെന്ന് പറയും. ഇപ്പം നമ്മൾ പറയും ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി ചെല്ലാമെന്ന് പറഞ്ഞാൽ ആ ഹോട്ടലിൽ ചെന്ന് വെച്ചും നമ്മൾ ഹോട്ടലിൽ തിരക്കി നടക്കേണ്ടി വരും. കിട്ടണ കഴിക്കാമെന്ന് പറഞ്ഞ് ചെന്നാലാ ഫ്രൈഡ് റൈസും കഴിച്ചുകൊണ്ട് പോരാ, ഒരു കുഴപ്പമില്ല, അവിടെ ഉള്ള എന്താ കഴിക്കാം. അതുപോലെ ദൈവത്തിന് തരാൻ എളുപ്പം എന്താ, പരിശുദ്ധാത്മാവിനെയാണ്. കാര്യം പരിശുദ്ധാത്മാവിന് ഒരിക്കലും തരണതല്ല പ്രശ്നം, സ്വീകരിക്കണതിനാണ് പ്രശ്നം. മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവ് സൗജന്യദാനമാണ്, പക്ഷെ തരണതല്ല പ്രശ്നം, താങ്ങത്തില്ല, അതാണ് പ്രശ്നം. നമ്മൾ ഈ ഉടമ്പടി മുഴുവൻ ചെയ്യണത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ. എന്താ കാര്യം? ഈശോ പറഞ്ഞത് എന്താണ്, ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ, അതാണ് പ്രശ്നം. തരണതിനൊരു പ്രശ്നമില്ല. ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും എന്തെങ്കിലും നിങ്ങളുടെ കാര്യമൊക്കെ മറ്റൊരു ആശ്വാസം അയച്ചു തരികയും ചെയ്യും, തന്നിട്ട് കാര്യമില്ല, പക്ഷേ നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. അതെന്താണ്? ആ വചനം എടുത്ത് ശ്രുതികട ഹല്ലേലൂയ 14:17 യോഹന്നാന്റെ സുവിശേഷം. ഈ
സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. ഈ ലോകമാണ് ഈ പ്രോബ്ലം നിൽക്കുന്നത്. ഈ ലോകത്തെ ഹരിച്ചു കളയാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടിയിൽ ഓരോ പൊസിഷൻ വെച്ച് നിങ്ങളുടെ സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ നിങ്ങൾ വലിയ ഞാൻ തഹസിൽദാരാണ്, കളക്ടറാണ്, അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കത്തില്ലെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ആദ്യം പിന്നെ എടുക്കുന്നവരെന്ന് പറയണത് പിന്നെ എടുക്കുന്നവർ അത് കരുതിക്കൂടി എടുക്കാം. ശരി, കുറച്ച് പ്രാർത്ഥിക്കാം, 5-6 ദിവസം നല്ലോണം പ്രാർത്ഥിക്കാം, എന്തെങ്കിലും നടക്കുമെന്ന് നോക്കട്ടെ. അങ്ങനെ കുറേ പെരിച്ചാളികൾ ഉടമ്പെടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നോക്കാമെന്ന് പറഞ്ഞത് അങ്ങനെയല്ലേ സംഭവം. അത് ലോകാരൂപിയാണ്. അവരതൊന്നും ചെയ്യത്തുമില്ല. അതാണ് ഈശോ പറഞ്ഞത്. തരുന്നതിന് കുഴപ്പമില്ല, സ്വീകരിക്കാനാണ് കുഴപ്പം. എഫേസ്യസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ കർത്താവിനും പരിശുദ്ധ കൃപാസന മാതാവിനും ഞങ്ങളുടെ ഒരുപാട് നന്ദി. എൻ്റെ പേര് നിഷ രാജ, ഇതെൻ്റെ ഭർത്താവ് രാജ അഗസ്റ്റിൻ. ഞങ്ങൾ ഗുജറാത്തിൽ സെറ്റിൽഡാണ്. ഗുജറാത്ത് സെൻറ്റ് ആൻസ് ചർച്ച് ജുനഗഡ് അംഗങ്ങളാണ്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. വിവാഹം 2004 കഴിഞ്ഞ് 2005 ഡിസംബറിൽ ഞാൻ 9 മന്ത്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. പക്ഷേ മരിച്ചാണ് പ്രസവിച്ചത്. അതിനുശേഷം 6 പ്രാവശ്യം മിസ്കാരേജും 4 പ്രാവശ്യം DNCയും 3 പ്രാവശ്യം ലാപ്രോസ്കോപ്പിക് സർജറിയും 2 പ്രാവശ്യം ഹിസ്ട്രോസ്കോപ്പിയും 1 പ്രാവശ്യം അമൃത ഹോസ്പിറ്റലിൽ IVFും ചെയ്തു. പക്ഷേ റിസൾട്ടെല്ലാം 0 ആയിരുന്നു. ഞങ്ങൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റിന് പോയി. ഞങ്ങളുടെ കയ്യിൽ 22 ഡോക്ടേഴ്സിൻ്റെ ഫയലുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് റെഫറൻസ് കിട്ടിയാണ് ഞങ്ങൾ തിരിച്ച് ഗുജറാത്തിന് അഹമ്മദാബാദ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ മെയിൻ ഡോക്ടർ തന്നെ ഞങ്ങളെ അറ്റൻഡ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു, എനിക്കൊരു ചലഞ്ചിങ് കേസാണ്, ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് തന്നിരിക്കും, നിങ്ങൾ എൻ്റെ പേഴ്സണൽ പേഷ്യൻ്റാണ് എന്ന് ഡോക്ടറിന് വളരെ വിശ്വാസമായിരുന്നു. അത് കണ്ട് ഞങ്ങൾക്കും ഒത്തിരി സന്തോഷമായി. ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോയി. പക്ഷേ അപ്പോഴും റിസൾട്ടൊന്നും കിട്ടിയില്ല. ഡോക്ടറിന് അവസാനം വാക്കുകളില്ലാതായി. ഒരു പ്രാവശ്യം ഞങ്ങൾ അഹമ്മദാബാദ് പോയപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി. റിസൾട്ട് കിട്ടാതായപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഡോക്ടറിന് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലായി. അങ്ങനെ 2022 ജൂലൈ 11 ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തു. അങ്ങനെ ഞങ്ങൾക്ക് നേർച്ച വസ്തുക്കൾ കിട്ടി. ആ പ്രാവശ്യം ഞങ്ങൾ തിരിച്ച് ഗുജറാത്തിന് പോയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കൊന്ത, കാശ് രൂപം, പത്രം ഇവയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ തിരിച്ച് ജുനഗഡ് പള്ളിയിലെത്തിയത്. പള്ളിയിലെത്തിയ ഉടനെ ഞങ്ങൾ വികാരിയച്ഛനെ കണ്ട് ഞങ്ങളിങ്ങനെ ഉടമ്പടി എടുത്ത കാര്യം പറഞ്ഞു. അച്ഛന് വളരെ സന്തോഷമായി. അച്ഛൻ ഞങ്ങളെ ആത്മീയതയിൽ വളരെ സപ്പോർട്ട് ചെയ്തു. ഞങ്ങളുടെ പള്ളിയിൽ ആകെ 45 ഫാമിലീസാണ് ഉള്ളത്. അതിൽ 43 ഫാമിലീസും ഗോവൻസും കന്നഡക്കാരുമാണ്. ആകെ 3 മലയാളി ഫാമിലീസ് മാത്രമാണുള്ളത്. എൻ്റെ കയ്യിലുള്ള പത്രമായിരുന്നെങ്കിൽ മലയാളത്തിലായിരുന്നു. എനിക്ക് ഇവരെ എങ്ങനെ കൃപാസനം മാതാവിനെ കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നോർത്തിട്ട് വളരെ വിഷമമുണ്ടായി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഇവിടെ ഞങ്ങൾക്ക് ടെസ്റ്റ് മണി തരണമേ, ഞങ്ങൾക്ക് സാക്ഷ്യം തരണമേ. ഈ പള്ളിയിൽ ഇവർക്ക് വിശ്വാസക്കുറവുണ്ട്, അവർക്ക് ഇവിടെ സാക്ഷ്യം തരണമേ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് 3 സാക്ഷ്യം കിട്ടി. അതിൽ ഒരു സാക്ഷ്യം ഒരാൾ വെന്റിലേറ്ററിലായിരുന്നു, സാക്ഷ്യം കിട്ടി. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷിച്ചു. മാതാവ് ഞങ്ങളെ കൂടെ ഉണ്ടായ അനുഭവമുണ്ടായി. ഒക്ടോബറിൽ 3 ഫാമിലീസ് ഇവിടെ വന്ന് ഇംഗ്ലീഷ് ഉടമ്പടി എടുക്കാൻ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ലയിച്ച് ജീവിച്ചു. ഞങ്ങൾ ആത്മീയതയിൽ വളർന്നു. ഞങ്ങൾ എല്ലാ തരത്തിലും ഡെയിലി കുർബാന കാണുകയും ഉടമ്പടി പ്രാർത്ഥന ചെല്ലുകയും ഉടമ്പടി ധ്യാനം കൂടുകയും ഒക്കെ ചെയ്തു പോന്നു. കാരുണ്യ പ്രവൃത്തി എല്ലാം ചെയ്തു. ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ.
അങ്ങനെ ഞങ്ങൾ സെപ്റ്റംബർ 2023 നാട്ടിൽ വന്നപ്പോൾ വീണ്ടും ഉടമ്പടി പുതുക്കി ഞങ്ങൾക്ക് കുറേയൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആ പ്രാവശ്യം അച്ഛനെ കാണാൻ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ ഞങ്ങൾക്ക് അവസരം കിട്ടി. ഞങ്ങൾ അച്ഛനെ കണ്ടു. അച്ഛൻ ഞങ്ങൾക്ക് മാതാവിൻ്റെ മെഡൽ തന്നു, തലോണിയുടെ അടിയിൽ വെക്കാൻ പറഞ്ഞു. പിന്നെ തൈലം തേച്ച് അപ്പോൾ തന്നെ അടിവയറ്റിൽ തേച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട്, നിങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞ് നിങ്ങൾക്ക് ജനിക്കും, നിങ്ങൾ സാക്ഷ്യം പറയാൻ വരണം എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് അപ്പോൾ തന്നെ വിശ്വസിച്ചു. ആ പ്രാവശ്യം ഞാൻ തിരിച്ച് ഗുജറാത്തിന് പോയപ്പോൾ ഞാൻ ഒരു ജ്ഞാനസ്നാന വലിയ തിരി വാങ്ങിച്ചുകൊണ്ട് പോയി. ഞാൻ എൻ്റെ അലമാരി തുറന്ന് കാണുന്ന സ്ഥലത്ത് തന്നെ ആ തിരി വെച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും കൃപാസനം മാതാവിനോട് ചോദിക്കുമായിരുന്നു, മാതാവേ, എന്നാണ് ഞാൻ ഈ തിരിയുമായി പള്ളിയിൽ കയറുന്നത്? എന്നാണ് ഞങ്ങൾക്ക് ഈ സന്തോഷം തരുന്നത്? ഞങ്ങൾ എത്ര നാൾ കാത്തിരുത്തും എന്നൊക്കെ ഞാൻ മാതാവിനോട് ചോദിച്ചു. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ മുഖം കാണാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നമേ എന്നൊക്കെ ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഉടമ്പടി ജീവിതം കറക്റ്റായിട്ട് അച്ഛൻ പറയുന്നത് പോലെ വിശ്വാസത്തിലും വിശ്വസ്തതയിലും ഞങ്ങൾ നിവർത്തി പോന്നു. ഞങ്ങൾക്ക് അങ്ങനെ 11 മാസം കഴിഞ്ഞ് ഞാൻ കൺസീവായി. അച്ഛൻ മെസ്സേജ് തന്ന് 11 months കഴിഞ്ഞ് ഞാൻ കൺസീവായി. ഓഗസ്റ്റിൽ ഞാൻ കൺസീവായി. ഞാൻ നാട്ടിലായിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല കൺസീവായത്. ഞങ്ങൾ സാധാരണ ജീവിതം പോലെ നയിച്ചു പോന്നു. അങ്ങനെ ഒക്ടോബർ ജപമാല റാലിക്ക് ഞങ്ങൾ പോയി. അതിനു മുൻപ് അച്ഛൻ ഈ മെസ്സേജ് തന്ന് ഞാൻ തിരിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ടായി. ആ സ്വപ്നത്തിൽ ഞാൻ കൃപാസനം മാതാവിനെ കണ്ടു. മാതാവിൻ്റെ അടുത്ത് ഒത്തിരി കുഞ്ഞുങ്ങൾ, അതിലൊരു ചോര കുഞ്ഞിനെ മാതാവിൻ്റെ കയ്യിലോട്ട് നീട്ടുന്നു. ഞാൻ ആ കുഞ്ഞിനെയുമായിട്ട് ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുന്നു. ഇതായിരുന്നു സ്വപ്നം. പക്ഷെ സ്വപ്നത്തിൽ കണ്ട മാതാവ് അൾത്താലയിലിരിക്കുന്ന മാതാവിൻ്റെ മുഖമായിരുന്നില്ല. ഇച്ചിരി വ്യത്യാസം ഉണ്ടായിരുന്നു. ഇച്ചിരി പ്രായമൊക്കെ തോന്നണ പോലെ എനിക്ക് തോന്നി. എന്നാലും ഞാനത് വിശ്വസിച്ചു. പക്ഷെ ഞാൻ ഈ സ്വപ്നം കണ്ട കാര്യവും അച്ഛൻ മാതാവിൻ്റെ മെസ്സേജ് തന്ന കാര്യം ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു. ഞങ്ങളുടെ ട്രീറ്റ്മെൻ്റ് എല്ലാം നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പല ആൾക്കാരും പറഞ്ഞു, നിങ്ങൾ ഇനിയും ട്രീറ്റ്മെൻറ്റിന് പോകണം, ഇന്ന ഡോക്ടറിനെ കാണണം, ഇന്ന അച്ഛൻ്റെ അടുത്ത് പോകണം, ഇന്ന അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. പക്ഷേ ഞങ്ങളെ ഒറ്റ വാക്കിൽ ഉറച്ചു നിന്നു. ഞങ്ങൾക്ക് കൃപാസനം മാതാവിൻ്റെ മെസ്സേജ് ഉണ്ട്, ജോസഫ് അച്ഛൻ വഴി ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടും, ഞങ്ങൾക്ക് കുഞ്ഞുണ്ട് എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് എല്ലാവരോടും വിളിച്ച് ഞങ്ങൾ പറയുമായിരുന്നു. ഞങ്ങൾക്ക് അത്ര ഉറപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജപമാല റാലി കൂടി. 2023 ജപമാല റാലി കൂടി. റാലിക്ക് ഞാൻ വന്നപ്പോഴാണ് അലങ്കരിച്ച മാതാവിനെ കണ്ടത്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. ഈ മാതാവിനെ ആണല്ലോ ഞാൻ സ്വപ്നത്തിൽ കണ്ടതെന്നോർത്ത് എനിക്കങ്ങോട്ട് ഭയങ്കര വിശ്വാസം. ദൈവമേ, എൻ്റെ കുഞ്ഞ് എനിക്ക് കിട്ടുകയാണ്. പക്ഷേ അപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിയുന്നുമില്ല. പക്ഷെ എനിക്ക് വിശ്വാസമായിരുന്നു ഈ മാതാവിനെ കണ്ടുകൊണ്ട് എനിക്ക് കുഞ്ഞുറപ്പാണെന്ന്. പക്ഷെ റാലി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഗുഡ് ന്യൂസ് ഞങ്ങൾ അറിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഡിസംബർ തുടങ്ങി എല്ലാ ഉടമ്പടി ധ്യാനം എല്ലാ സൺഡേസും ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും വരുമായിരുന്നു. ഇവിടെ വന്ന് ധ്യാനം കൂടുമായിരുന്നു. ഞങ്ങൾ 2 പേരും 3 മാസം വരെ അങ്ങനെ ഞങ്ങൾ വന്നു. മാർച്ച് പകുതി വരെ വന്നു. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് ഒറ്റക്ക് വന്ന് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ മാതാവിനോട് എപ്പോഴും പറയുമായിരുന്നു, മാതാവേ, ഞാനല്ല ഗർഭിണി, നീയാണ് ഗർഭിണി, നിൻ്റെ വയറ്റിലാണ് കുഞ്ഞ് കിടക്കുന്നത്, ഇത് നിൻ്റെ കുഞ്ഞാണ്. അന്ന് തുടങ്ങി ഞാൻ മാതാവിനെ, ഗർഭിണിയായ കൃപാസനം മാതാവിനെ കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേച്ചത്. മാതാവ് അനുഗ്രഹിച്ച് ഞങ്ങളുടെ ജേർണി മുന്നോട്ട് പോയി. ഞങ്ങൾ എറണാകുളത്തെ ഒരു ഹോസ്പിറ്റലാണ് കാണിച്ചത്. അത് ഗുജറാത്തിലുള്ള ഹോസ്പിറ്റലിൻ്റെ ബ്രാഞ്ചായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ചെക്കപ്സ് എല്ലാം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോയി. 7 മാസമായപ്പോൾ കുഞ്ഞിൻ്റെ ലങ്സിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി ഇഞ്ചക്ഷൻ തന്നതിൻ്റെ ഭാഗമായി എനിക്ക് ഫ്ലൂയിഡ് ഡിസ്ചാർജ് ഉണ്ടായി. ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ ഹസ്ബൻഡ് ഫാസ്റ്റിംഗ് പ്രെയർ എടുത്തു 100 ദിവസത്തെ.
അത് ഡെലിവറിക്ക് ശേഷമാണ് അത് ഫാസ്റ്റിംഗ് പ്രെയർ കഴിഞ്ഞത്. ഞങ്ങൾ കൃപാസനം മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ ഡെയിലി ഞാൻ ഒരു ദിവസം പോലും ഞാൻ കുർബാന മുടക്കിയിട്ടില്ല. പ്രഗ്നൻ്റായി ഞാൻ ഡെയിലി പള്ളിയിൽ പോവുമായിരുന്നു. ഒറ്റ ദിവസം കുർബാന മുടക്കിയില്ല. അതിനുശേഷം ഞങ്ങൾ മെയിൻ ഡോക്ടറിനെ വിളിച്ചു, അഹമ്മദാബാദിലെ ഡോക്ടറിനെ വിളിച്ചു. കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡെലിവറിക്ക് പാരൻ്റ് ഹോസ്പിറ്റലിൽ പോന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 8 മാസം കഴിഞ്ഞപ്പോൾ ഗുജറാത്തിന് പോയി. അവിടെ അഡ്മിറ്റ് ആയി സോണോഗ്രാഫിയൊക്കെ ചെയ്തു. അപ്പോൾ ഡോക്ടറിന് ഇതിനു മുമ്പ് അറിയായിരുന്നു ഇത് നോർമൽ ആയിട്ട് കൺസീവ് ആയതാണെന്ന്. ഡോക്ടറിന് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോൾ ഹിന്ദു ഡോക്ടർ എന്നെ ചെക്കപ്പ് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു വേറെ ഡോക്ടേഴ്സിനെയുമായിട്ടും കൂടി കൺസൾട്ട് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് സോണോഗ്രാഫിയുടെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് സിസേറിയനാണ് ഡോക്ടർ പ്ലാൻ ചെയ്തിരുന്നത്. ഡോക്ടർ പറഞ്ഞു നമുക്ക് നോർമൽ ട്രൈ ചെയ്യാം, ഇവരുടെ സ്പെഷ്യൽ കേസാണെന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റായി 3-ാം ദിവസം ഏപ്രിൽ 23-ന് 12:10 സുഖപ്രസവമായി ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു ആൺകുഞ്ഞിനെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അന്ന് എൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു. മാതാവ് എനിക്ക് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് കൂടിയാണ് ഈ ആൺകുട്ടി. ഞങ്ങൾ അതിന് ശേഷം ഒരു ദിവസം മാത്രം കുഞ്ഞിന് ഒബ്സർവേഷന് ICUയിൽ കിടത്തി. ഞങ്ങളുടെ ഡോക്ടർ എന്നെ അറ്റൻഡ് ചെയ്ത ഡോക്ടർ 5000 സിസേറിയനും 10,000 സുഖപ്രസവവും അറ്റൻഡ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ്. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ വൈഫ് 44 ഇയേഴ്സിൽ സുഖപ്രസവം ഞാൻ ഇത്രയും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു യുണീക്ക് കേസാണ് നിങ്ങളുടെ എന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൂടാതെ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ഭഗവാൻ നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു എന്ന വാക്ക് ഡോക്ടർ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഇതുകൂടാതെ ഞങ്ങൾക്ക് ഒരുപാട് വേറെ അനുഗ്രഹങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. 3 വർഷം മുമ്പ് ഞങ്ങളൊരു സ്ഥലം വിൽക്കാൻ വെച്ചിരുന്നത് അത് വിൽപ്പന നടന്ന് കിട്ടിയിരുന്നു. പിന്നെ 8 വർഷമായിട്ടുള്ളൊരു കോർട്ട് കേസ് ഞങ്ങൾക്ക് സെറ്റിൽമെൻറ്റായി ഈ മാസം സെറ്റിൽമെൻറ്റായി കിട്ടി. ഇതാണ് ഞങ്ങൾക്കുള്ള സാക്ഷ്യം. മാതാവ് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഗുജറാത്തിലായിരുന്നല്ലോ. അപ്പോൾ ഗുജറാത്തിൽ ഞങ്ങൾ പത്രം കൊടുക്കുമായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് ഇംഗ്ലീഷും ഹിന്ദിയും ഗുജറാത്തിയും പത്രം ഞങ്ങൾ കൊടുക്കുമായിരുന്നു. ഞങ്ങളുടെ പള്ളിയിൽ ആകെ 110 അംഗങ്ങളാണുള്ളത്. ഞാൻ അച്ഛൻ്റെ അനുവാദത്തോടെ കൃപാസനം മാതാവിൻ്റെ ഫോട്ടോ ഞങ്ങളുടെ പള്ളിയിലെ മാതാവിൻ്റെ ഗ്രോട്ടോയിൽ ഞാൻ സ്ഥാപിച്ചു. അതുകൊണ്ട് എല്ലാവർക്കും കൃപാസനം മാതാവിനെ പ്രാർത്ഥിക്കാൻ അവസരമുണ്ടായി. എല്ലാവർക്കും ഞങ്ങൾ മെഡൽ കൊടുക്കുകയും പത്രം കൊടുക്കുകയും കൊന്ത കൊടുക്കുകയും ചെയ്തു. അവരെല്ലാവരും അതിൽ 110 പേരിൽ 25 പേരെങ്കിലും ആ പള്ളിയിൽ ചെന്നാൽ നമുക്ക് കാണാം അവർ ആ കൊന്ത അണിഞ്ഞിട്ടുണ്ട്. കൃപാസനം മാതാവിൻ്റെ കൊന്ത അണിഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും കൃപാസനം മാതാവിനെ പറ്റി അറിയാം. അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്കിപ്പോൾ ഇംഗ്ലീഷ് കവനൻറ്റ് പ്രെയർ ഞങ്ങൾ ബുക്ക് കൊണ്ടുപോയി കൊടുത്തു, പ്രാർത്ഥന കൊടുത്തു. യൂട്യൂബിൽ ഇപ്പോൾ സാക്ഷ്യം അവർ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ പത്രം ഞാൻ പ്രഗ്നൻസി ടൈമിൽ ഞങ്ങൾ പത്രം മെയിനായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കുമായിരുന്നു. അവിടെ ആൾക്കാരോട് ഞങ്ങൾ ആദ്യം ചോദിക്കും മാതാവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അപ്പോൾ ചിലർ പറയും കേട്ടിട്ടുണ്ട്, അറിയാം, പോയിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പം ഞാൻ എൻ്റെ വയറ് കാണിച്ചിട്ട് സാക്ഷ്യം പറഞ്ഞിട്ട് പറയും മാതാവ് 20 വർഷത്തിന് ശേഷം തന്ന അനുഗ്രഹമാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് പത്രം കൊടുക്കും. അതുപോലെ തന്നെ ചോദിക്കും നിങ്ങൾ വായിക്കുമോ? വായിക്കും എങ്കിൽ മാത്രം ഞങ്ങൾ പത്രം കൊടുക്കും.
അതിനുശേഷം ഇതും കൂടി പറയും, നിങ്ങൾ പത്രം വായിക്കുകയും ഇതിൽ വിശ്വസിക്കുകയും മാതാവിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രോഗികളായിട്ട് തുടരേണ്ടി വരികയില്ല, നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വരികയില്ല. നിങ്ങളുടെ അസുഖം മാറിയാൽ നിങ്ങൾ തീർച്ചയായും കൃപാസനത്തിൽ വരണം എന്നും ഞാൻ അവരെ പ്രത്യേകം പറഞ്ഞ് ഓർപ്പിക്കുമായിരുന്നു. എൻ്റെ 6-ാം മാസത്തിൽ ഞങ്ങൾ 10 കെട്ട് പത്രവും, 7-ാം മാസത്തിൽ 15 കെട്ട് പത്രവും, 8-ാം മാസത്തിൽ 22 കെട്ട് പത്രവും ഞങ്ങൾ ജനങ്ങൾക്ക് നൽകി മാതാവിനെ കുറിച്ച് പ്രഘോഷിച്ചു. സാക്ഷ്യം പറഞ്ഞ് തന്നെ പ്രഘോഷിച്ചു. പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ വരുന്ന ഫാദേഴ്സിനും സിസ്റ്റേഴ്സിനും എല്ലാവർക്കും ഞങ്ങൾ പത്രം കൊടുക്കുമായിരുന്നു. ഞങ്ങളുടെ പള്ളിയിൽ ബിഷപ്പ് രാജ്കോട്ട് ബിഷപ്പ് ജോസ് ചിറ്റോപ്പറമ്പിൽ വന്നപ്പോഴും ഞങ്ങൾ ബിഷപ്പിനോട് പറഞ്ഞു, കൃപാസനം മാതാവ് അനുഗ്രഹിച്ച് കിട്ടിയ കുഞ്ഞാണിത് എന്ന് പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു, എനിക്കും കൃപാസനത്തിനെ പറ്റി അറിയാം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ടായി. പിതാവ് അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അവിടെയുള്ള ആരൊക്കെ ഫാദേഴ്സ് വരുന്നോ, പ്രൊവിൻഷ്യലാണെങ്കിലും വിക്കാർ ജനറൽ ആണെങ്കിലും എല്ലാവർക്കും ഞങ്ങൾ പത്രം കൊടുത്ത് ഞങ്ങൾ ഈ സാക്ഷ്യം പറയും. പിന്നെ ഒത്തിരി സിസ്റ്റേഴ്സൊക്കെ ഗസ്റ്റായിട്ട് വരും, പല സ്റ്റേറ്റ്സിൽ നിന്നും പല കൺട്രീസിൽ നിന്നും വരും. ഞങ്ങൾ അവർക്കൊക്കെ ഈ മെഡൽ കൊടുത്തിട്ട് ഞങ്ങൾ പറയും, പോകുന്നിടത്ത് കൊടുക്കണം, മാതാവിൻ്റെ അനുഗ്രഹം അവർക്കുണ്ടാകും എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെയൊക്കെ നടത്തി. പിന്നെ ഞങ്ങൾ ഡെയിലി കുർബാനയും ഞങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ കണ്ട് ഞങ്ങളുടെ വികാരി അച്ഛൻ ഞങ്ങൾക്ക് ഫസ്റ്റ് ഫ്രൈഡേ അഡോറേഷൻ കണ്ടക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾ വളർന്നു. കാരുണ്യ പ്രവൃത്തി ഞങ്ങൾ ക്യാൻസർ സെക്ഷനിൽ, ജനറൽ ഹോസ്പിറ്റൽ ക്യാൻസർ സെക്ഷനിൽ ഞങ്ങൾ ലഞ്ച് കൊടുക്കുമായിരുന്നു. അല്ലാതെ ഓൾഡ് ഏജ് ഹോമിലും ഞങ്ങൾ സ്നാക്സ് എല്ലാം ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ എന്ത് സഹായം വേണമെങ്കിലും, ഞങ്ങളിൽ കരുണയുണ്ട് എന്ന ആൾക്കാർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അവർ ഞങ്ങളെ അപ്രോച്ച് ചെയ്ത് ഞങ്ങളോട് സഹായം ചോദിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കും. എല്ലാവരോടും ഞങ്ങളുടെ ദൈവം തന്നാണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഈശോയ്ക്കും മാതാവിനും കൃപാസനം മാതാവിനും ഒരുപാട് നന്ദി.